ഒരുപാട് സങ്കടം തോന്നിയൊരു ദിവസമാണ്. വേറെ ഒന്നുമില്ല, എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ഒരു കമൻറ്റ് കണ്ടെന്ന് എൻ്റെ പൂച്ച ചത്തുപോയി എന്ന് പറഞ്ഞിട്ട്. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിരുന്നില്ല, വെള്ളം മാത്രമേ കുടിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത്. എൻ്റെ ചാനലിൽ ഒരുപാട് ആളുകൾ പൂച്ചനെ കുറിച്ചിട്ട് ഒരുപാട് നോളേജുള്ള ആളുകളുണ്ട്. അതായത് പൂച്ചകൾക്ക് വരുന്ന അസുഖങ്ങളും അതിനെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും എന്നൊക്കെ. ഒരു പക്ഷേ എല്ലാവർക്കും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ സമയമായിരിക്കാം, അല്ലെങ്കിൽ സന്ദർഭങ്ങളായിരിക്കാം, പല കാര്യങ്ങളും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനൊന്നും ഒരുപക്ഷെ സമയം കിട്ടിക്കോളണം, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ക്യാഷ് ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനലിൽ ഒരുപാട് ആളുകൾ പൂച്ചനെ കുറിച്ചിട്ട് അറിയുന്നവരുണ്ടായിരിക്കും. അത്തരം ആളുകൾക്ക് ഓരോ പൂച്ചകൾക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടും അതിനെന്താണ് പ്രതിവിധികളെന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ചേ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പൂച്ചകൾക്കുണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയുന്നവർ 100% അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അറിവില്ലായ്മയുടെ പേരിലായിരിക്കാം ആ പൂച്ച അവർക്ക് നഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പൂച്ചകൾക്കുള്ള എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ അതിൻ്റെ വീഡിയോസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് താഴെ അതിനെക്കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് എൻ്റെ വാട്സപ്പിൽ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്താണെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്കതൊരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. കാരണം ഒന്നുമല്ല, ഇതിലൊരുപാട് ആളുകൾ ഉള്ളതല്ല പൂച്ചയെ സ്നേഹിക്കുന്നതും പൂച്ചകളെ വളർത്തുന്നവരാണ്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് തോന്നിയത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തുതന്നെയാണെങ്കിലും ഈ മെസ്സേജ് അയക്കാൻ മറക്കരുത്. അതുപോലെ